ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറയൊക്കെ പിടിച്ചിരിക്കുന്ന വാഷ് ബേസ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു അടിപൊളി ടിപ്പാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വാഷ് ബേസ് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് സ്കൈ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈലൊക്കെ ഒന്ന് വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ നമ്മളത് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വിമ്മാണ് കേട്ടോ. അപ്പോൾ ഇത് 1 രൂപയുടെ പാക്കറ്റ് അങ്ങനെ പല റേറ്റിന് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കൈ വാഷ് ലിക്വിഡിലേക്ക് ഈ ഒരു വിമ്മ് കുറച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കോൾഗേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഒരു ബ്രഷ് വാഷ് ബേസൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ബ്രഷ് ഇല്ലേ, അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിത് മുഴുവനും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വാഷ് ബേസൊക്കെ കഴുകാൻ വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ ലിക്വിഡും ഒക്കെ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കറയൊക്കെ പിടിച്ചിട്ടുള്ള നമ്മളെ വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കുഴൽക്കിണർ വെള്ളമായതുകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ നമ്മളെ വൈറ്റ് കളറിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ കറ പിടിച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ ചുറ്റുമുള്ളത് നമ്മളെ കുഴൽക്കിണർ വെള്ളത്തിൻ്റെ ആ ഒരു മഞ്ഞക്കറ പറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പോകുന്ന വീഡിയോ ഞാൻ ഇനി എന്തായാലും ഇടണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിലുള്ള മഞ്ഞക്കറയും ചളിയൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്ന് കാണിക്കുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കറ പോകണമെന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണണം കേട്ടോ എല്ലാവരും. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ബ്രഷും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ പഴയത് മാറ്റി വെക്കുക. ബ്രഷ് നമ്മൾ ഇതുപോലെ വാഷ് ബേസൊക്കെ കഴുകാനായിട്ട് ഒരു ബ്രഷ് ഇതുപോലെ ചെറിയൊരു ബ്രഷ് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഇപ്പോൾ കുഴൽക്കിണർ വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വാഷ് ബേസൊക്കെ കഴുകേണ്ട അത്യാവശ്യമാണ് കേട്ടോ. കാരണം അതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ കറയൊക്കെ അതിൽ പറ്റി പിടിച്ചാൽ പിന്നെ പോകാനായിട്ട് നല്ല പാടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 2-3 കുറച്ച് ദിവസങ്ങളായിട്ട് കഴുകാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നല്ലൊരു കറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം അതിൽ പറ്റി പിടിച്ചിട്ടുള്ള കറകളൊക്കെ ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കറ പൈപ്പിൻ്റെ ചുറ്റുമായിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ വാഷ് ബേസ് ഇത് കണ്ടോ നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ ഈ ഒരു കറ കളയുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.